സിവിൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 2 ആണ്, പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും സർവേ ആണല്ലേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സർവേ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സർവേ അല്ലേ, സർവേൻ്റെത് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും എടുക്കാൻ പോകുന്നത്. സർവേ ക്ലാസ്സിൽ നമ്മൾ സർവേൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു, അതുപോലെ തന്നെ ചെയിൻ സർവേൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റേഞ്ചിങ് വരെയായിരുന്നു അല്ലേ നിർത്തിയിട്ടുണ്ടായിരുന്നത്. റേഞ്ചിങ് അല്ലേ, എന്താണ് റേഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റേഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് അല്ലേ. ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ റേഞ്ചിങ് എന്ന് പറയുന്നത് അല്ലേ. റേഞ്ചിങ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ ചെയിൻ ലെങ്ത്തിനേക്കാളും കൂടുതൽ ലെങ്ത്ത് വരുന്ന ഏരിയകളിൽ അല്ലേ. അപ്പം അവിടെയാണ് നമ്മൾ റേഞ്ചിങ് ചെയ്യുന്നത്. വെൻ ട്രൂ ലെങ്ത്ത് ടു ബി മെഷേർഡ് ഈസ് മോർ ദാൻ ചെയിൻ ലെങ്ത്ത്. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ റേഞ്ചിങ്ങിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. റേഞ്ചിങ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്, ഒന്നുകൂടെ പറയുകയാണ്. റേഞ്ചിങ് ഇസ് ദ process of determining intermediate points അല്ലേ. intermediate points so that accurate horizontal linear measurement can take അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് accurate linear measurements എടുക്കാൻ പറ്റും അല്ലേ. so that accurate horizontal linear measurement can take. ഓക്കെ, അപ്പം ഇതാണ് റേഞ്ചിങ് എന്നുള്ളത്. റേഞ്ചിങ്ങിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഏതാണ്? ഡയറക്റ്റ് റേഞ്ചിങ്ങും ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങും അല്ലേ. ഡയറക്റ്റ് റേഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് പോയിന്റ്സ് മ്യൂച്വലി ഇൻ്റർവിസിബിൾ ആണെങ്കിൽ, രണ്ട് പോയിന്റ്സ് നമുക്ക് നോക്കിയാൽ കാണാവുന്ന ദൂരത്താണെങ്കിൽ ആ ടൈമിൽ നമ്മൾ ചെയ്യുന്നതാണ് ഡയറക്റ്റ് റേഞ്ചിങ്. ഡയറക്റ്റ് റേഞ്ചിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന റേഞ്ചിങ് റോഡ് എന്ന് പറയുന്നത് 3 നമ്പേഴ്സ് ആണ്. ഇൻഡയറക്റ്റ് റേഞ്ചിങ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഞ്ചിങ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 നമ്പേഴ്സ് ആണ്. ഈ ഇൻഡയറക്റ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ്സ് മ്യൂച്വലി നോട്ട് ഇൻ്റർവിസിബിളിൽ, രണ്ട് പോയിന്റ്സ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റാത്ത ദൂരത്താണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഇൻഡയറക്റ്റ് റേഞ്ചിങ് ചെയ്യുന്നത് അല്ലേ. അപ്പം റേഞ്ചിങ്ങിൻ്റെത് ഫസ്റ്റ് വൺ ഡയറക്റ്റ് റേഞ്ചിങ്, സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് റേഞ്ചിങ് അല്ലേ. ഇൻഡയറക്റ്റ് റേഞ്ചിങ്, ഇതാണ് റേഞ്ചിങ്ങിൽ നമുക്ക് നോക്കാനുള്ളത്. അതുപോലെ തന്നെ ചെയിൻ സർവേ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാനുള്ളൊരു കാര്യമാണ് ചെയിൻ സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ അല്ലേ. എന്ത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ചെയിൻ സർവേയിങ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രയാങ്കുലേഷൻ ആണ് അല്ലേ. ട്രയാങ്കുലേഷൻ ആണ്. നമുക്ക് തന്നിട്ടുള്ള ഏരിയനെ നമ്മൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. എങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ലൈൻസ് നമ്മൾ വരയ്ക്കും. ആ ലൈൻസും ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻ ലൈന്, ബേസ് ലൈന്, ഓഫ്സെറ്റ് ലെങ്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം മെയിൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൺട്രോൾ പോയിന്റ്സ് ആയിരിക്കും ഉണ്ടാക്കുക. നമ്മൾ മെയിനായിട്ട് വരയ്ക്കുന്ന ആ ഒരു ലൈന് തന്നെ അല്ലേ. ലൈൻ കണക്റ്റിംഗ് മെയിൻ സ്റ്റേഷൻസ് എന്നുള്ളത് ആണ് മെയിൻ ലൈന് വരുന്നത്. മെയിൻ ലൈന്, ലൈൻ കണക്റ്റിംഗ് മെയിൻ സ്റ്റേഷൻസ് ആണ്. പിന്നെ ബേസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് ലൈനാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ട്രയാങ്കുലേഷൻ്റെ ആക്യുറസി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ബേസ് ലൈനെയാണ്. അപ്പം സെക്കൻഡ് വൺ ബേസ് ലൈനാണ്. ബേസ് ലൈൻ ലോങ്ങസ്റ്റ് ലൈനാണ്. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി measured with highest accuracy എന്നും പറയാൻ പറ്റും.
അതുപോലെ നമ്മൾ ഹൈ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത് ഇൻവയർ ടാപ്പ് ആണ് അല്ലേ. അപ്പം ഈ ഒരു ഇൻവയർ ടാപ്പ് തന്നെയാണ് ഇവിടെ നമ്മൾ ബേസ് ലൈൻ മെഷർ ചെയ്യാനും യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻവയർ ടാപ്പ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഏതാണ്? ഓഫ്സെറ്റ് ലെങ്ത് നോക്കാനുണ്ട്. ഓഫ്സെറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലാറ്ററൽ മെഷർമെൻറ്റ്സ് ഫ്രം എ സർവേ ലൈൻ അല്ലേ, അതിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓഫ്സെറ്റ് എത്രയാണ്, ലോങ് ഓഫ്സെറ്റ് ഏതാണ്, ഷോർട്ട് ഓഫ്സെറ്റ് ഏതാണെന്ന് നമുക്കിവിടെ തന്നെ നോക്കാം. ലോങ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോങ് ഓഫ്സെറ്റ് എന്ന് പറയുമ്പം ലെസ് ദാൻ 15 ആണെങ്കിൽ ലെസ് ദാൻ 15 മീറ്റർ വരുന്നതിനെയാണ് നമ്മൾ ലോങ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദാൻ 15 മീറ്റർ ആണെങ്കിൽ പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ട്. ലോങ് അല്ല, ഷോർട്ട് ഓഫ്സെറ്റ് ആണ് ലെസ് ദാൻ 15 മീറ്റർ. 15-ൽ കുറവാണെങ്കിൽ അല്ലേ, 15-ൽ കുറവാണെങ്കിൽ നമ്മൾ ഷോർട്ട് ഓഫ്സെറ്റ് എന്നാണ് പറയുക. 15-ൽ കൂടുതലാണെങ്കിൽ നമ്മളതിനെ ലോങ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ട് പറയും അല്ലേ, ലോങ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പം അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ചെക്ക് ഓർ പ്രൂഫ് ലൈൻ നോക്കാനുണ്ട്. ചെക്കിങ് ആക്യുറസി അല്ലേ, ചെക്ക് ഓർ പ്രൂഫ് ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്യുറസി ചെക്ക് ചെയ്യാനാണ്. നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ഒബ്സ്ട്രക്ഷൻസ് ആണ്. നമ്മൾ ചെയിനിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പല ടൈപ്പിലുള്ള ഒബ്സ്ട്രക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ റിവർ ആണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും ഹില്ലാണെങ്കിലും അങ്ങനെ ഒരുപാട് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പം അത് തന്നെയാണ് ടൈപ്പ് ഓഫ് ഒബ്സ്ട്രക്ഷൻസ് എന്നുള്ള ഏരിയയിൽ നമുക്ക് നോക്കാനുള്ളത്. ടൈപ്പ് ഓഫ് ഒബ്സ്ട്രക്ഷൻസ് എന്ന് പറയുന്ന സമയത്ത് ഏതാണ്? ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എടുക്കാം. ബിൽഡിംഗ്, പിന്നെ അതുപോലെ തന്നെ ഹില്ലി ഏരിയ, പിന്നെ അതുപോലെ തന്നെ റിവർ അല്ലേ. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വരുന്നത്? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കുമല്ലോ അല്ലേ. ബിൽഡിംഗ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഹില്ലി ഏരിയ വരുന്ന സമയത്ത്, റിവർ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് പോസിബിൾ ആവുക? റിവർ വരുന്ന സമയത്ത് നമുക്ക് അവിടെ വിഷൻ പോസിബിൾ ആയിരിക്കും അല്ലേ. റിവർ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, പക്ഷെ നമുക്ക് അവിടെ ചെയിൻ യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പം ഇവിടെ നമുക്ക് എന്താണ് പോസിബിൾ എന്ന് പറയാം? വിഷൻ പോസിബിൾ ആണ്, ചെയിനിങ് ഇമ്പോസിബിൾ ആണ് അല്ലേ. അപ്പം വിഷൻ പോസിബിളും ചെയിനിങ് ഇമ്പോസിബിൾ ആയിട്ടുള്ളതാണെങ്കിൽ അതിനെ റിവർ എന്ന് നമ്മൾ പറയും. പിന്നെ ഹില്ലി ഏരിയാസിൽ നമുക്ക് എന്താണ് പോസിബിൾ? നമുക്കിങ്ങനെ ചെയിൻ ഇടാൻ പറ്റും അല്ലേ, ചെയിൻ ഇടാൻ പറ്റും, പക്ഷെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. അപ്പം ഹില്ലി ഏരിയാസിൽ എന്താണ്? വിഷൻ ഒബ്സ്ട്രക്റ്റഡ് ആയിരിക്കും, ചെയിനിങ് പോസിബിൾ ആയിരിക്കും അല്ലേ. അതാണ് നമുക്ക് ഹില്ലി ഏരിയാസിൽ വരിക. പിന്നെ ഒരു ബിൽഡിംഗ് ആണ് വരുന്നതെങ്കിലോ ഇവിടെ നമുക്ക് ചെയിനിങ്ങും ചെയ്യാൻ പറ്റില്ല, വിഷനും ചെയ്യാൻ പറ്റില്ല അല്ലേ. ചെയിനിങ്ങും ചെയ്യാൻ പറ്റില്ല, വിഷനും ചെയ്യാൻ പറ്റില്ല. അപ്പം വിഷൻ ഒബ്സ്ട്രക്റ്റഡ്, അതുപോലെ തന്നെ ചെയിനിങ് ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ളതാണ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രാവശ്യം നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എറേഴ്സ് ആണ്. എറേഴ്സ് എത്ര ടൈപ്പാണുള്ളത്? നമുക്ക് ചെയിനിങ്ങിൽ എറേഴ്സ് വരുന്നത് 2 ടൈപ്പാണ് അല്ലേ. ഒന്ന് ഏതാണ്? ക്യുമുലേറ്റീവ് എറേഴ്സ് അല്ലേ. എറേഴ്സ് ഇങ്ങനെ ക്യുമുലേറ്റ് ആയിട്ട് വരുന്നതാണ് ക്യുമുലേറ്റീവ് എറേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഏതാണ്? കോമ്പൻസേറ്റിംഗ് എറർ അല്ലേ. കോമ്പൻസേറ്റിംഗ് എറർ എന്താണ്? കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ കോമ്പൻസേറ്റ് ആയിപ്പോകും അല്ലേ. ഒന്നിപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, ഒരു +1ഉം അതുപോലെ തന്നെ -1ഉം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കവിടെ 0 ആണല്ലേ കിട്ടുക. അപ്പോൾ അതുപോലെ കോമ്പൻസേറ്റ് ആയിപ്പോൾ ക്യുമുലേറ്റീവ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 1 എന്നുള്ള രീതിയിൽ 2 എന്നുള്ളത് രീതിയിൽ ഇങ്ങനെ ക്യുമുലേറ്റ് ആയിപ്പോൾ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അതാണ് കോമ്പൻസേറ്റിംഗ് എററും ക്യുമുലേറ്റീവ് എററും. ഇവിടെ നമുക്ക് നോക്കാനുള്ളതാകെ ഒരു ടേം മാത്രമേ ഉള്ളൂ. ക്യുമുലേറ്റീവ് എറർ എങ്ങനെയാണെന്നും അവിടെ ഏത് രീതിയിലാണ് നമ്മൾ എടുക്കുന്നതെന്നും അതുപോലെ തന്നെ കോമ്പൻസേറ്റീവ് എററിൽ നമ്മൾ ഏത് രീതിയിലാണ് എടുക്കുന്നതെന്നും മാത്രമാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ക്യുമുലേറ്റീവ് എറർ നമ്മൾ എടുക്കുന്ന സമയത്ത് ലെങ്ത് ഓഫ് ലൈൻ മെഷർഡ് അല്ലേ. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ലൈൻ മെഷേർഡ് ആണ്. ലെങ്ത് ഓഫ് ലൈൻ മെഷേർഡ് അല്ലേ, ലൈൻ മെഷേർഡ് ആണ്. അപ്പം നമ്മൾ ക്യുമുലേറ്റീവ് എററിൽ L എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ക്യുമുലേറ്റീവ് അല്ലേ, ക്യുമുലേറ്റീവ് ആകുന്ന സമയത്ത് L തന്നെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് എറർ ആയിട്ട് എടുക്കുക. കോമ്പൻസേറ്റിംഗ് എറർ ആണെങ്കിൽ L നമ്മൾ റൂട്ട് L എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. അതുപോലെ നമുക്ക് എറേഴ്സ് അല്ലേ, എറേഴ്സിൻ്റെ നോക്കുന്ന സമയത്ത് എറർ ഡ്യൂ ടു ബാഡ് റേഞ്ചിങ്, അതുപോലെ തന്നെ എറർ ഡ്യൂ ടു സ്ലോപ്പ്, അതുപോലെ എറർ ഡ്യൂ ടു സാഗ് അല്ലേ. ഇത് മൂന്നും എങ്ങനെയാണ് വരുന്നത്? മൂന്നിൻ്റെയും ഏത് ടൈപ്പ് എററാണ് വരുന്നത്? എറേഴ്സ് ആർ ഓൾവേസ് പോസിറ്റീവ് ആണ് അല്ലേ. എറേഴ്സ് ആർ ഓൾവേസ് പോസിറ്റീവ് ആണ് ഈ ഒരു 3 കേസിലും വരുന്നത്. ബാഡ് റേഞ്ചിങ്, സ്ലോപ്പ് ആണെങ്കിലും സാഗ് ആണെങ്കിലും എറർ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. എറർ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കറക്ഷൻ വരുന്ന സമയത്ത് ഓൾവേസ് നെഗറ്റീവും ആയിരിക്കും അല്ലേ. ഓൾവേസ് നെഗറ്റീവും ആയിരിക്കും. രണ്ടും നോക്കി വെക്കുക. ഏത് രീതിയിൽ എക്സാമിന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ കുറച്ച് ഇക്വേഷൻസ് നോക്കാം കേട്ടോ. ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് എറേഴ്സ് നമുക്ക് ചെയ്യുന്നെങ്കിൽ വരുമല്ലോ. എറേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനൊരു കറക്ഷൻ ഉണ്ടാവണം അല്ലേ. കറക്ഷൻ നമുക്ക് കാണണമെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കറക്ഷൻസും ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്ലോപ്പ്, ബാഡ് റേഞ്ചിങ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് ഇക്വേഷൻസ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണ് നോക്കാനുള്ളതാണ് കറക്ഷൻ ഫോർ സ്ലോപ്പ് അല്ലേ. കറക്ഷൻ ഫോർ സ്ലോപ്പ് എങ്ങനെയാണ് വരിക? കറക്ഷൻ ഫോർ സ്ലോപ്പ് വരുന്നത് നെഗറ്റീവ് ആയിരിക്കും അല്ലേ. എറർ നമ്മൾ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എറർ പോസിറ്റീവ് അല്ലേ. എറർ പോസിറ്റീവ് ആണെങ്കിൽ കറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കറക്ഷൻ ഫോർ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താണ്? -h²/2l ആണ് അല്ലേ. നമ്മൾ പറഞ്ഞു കറക്ഷൻ നെഗറ്റീവ് ആണ് നമുക്ക് വരിക എന്നുള്ളത്. അപ്പം കറക്ഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് -h²/2l ആണ്. നോട്ട് ചെയ്ത് വെക്കുക. സെക്കൻഡ് നമുക്ക് ഏതാണ് നോക്കാനുള്ളത്? സെക്കൻഡ് നമുക്ക് നോക്കാനുള്ളതാണ് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ അല്ലേ. കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. കറക്ഷൻ ഫോർ ടെമ്പറേച്ചറിൻ്റെത് എങ്ങനെയാണ് വരിക? കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ വരുന്നത് ഇക്വേഷൻ ഏതാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇക്വേഷൻ വരുന്നതാണ് Tm - T0 L ഇൻറ്റു കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ അല്ലേ. അതിൽ ഓരോന്നൊക്കെ നമ്മൾ നോക്കണം. Tm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ ഡ്യൂറിങ് മെഷർമെൻ്റ് ആണ് വരുന്നത്. Tm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡ്യൂറിങ് മെഷർമെൻ്റ് ആണ് അല്ലേ. Tm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡ്യൂറിങ് മെഷർമെൻ്റ് ആണ് വരുന്നത്. T0 എന്ന് പറഞ്ഞാലോ? T0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ ഡ്യൂറിങ് സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. ടെമ്പറേച്ചർ ഡ്യൂറിങ് സ്റ്റാൻഡേർഡൈസേഷൻ ആണ് നോക്കുക. അപ്പം ഇതാണ് സെക്കൻഡ് കറക്ഷൻ എന്ന് പറയുന്നത്, കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ അല്ലേ. പിന്നെ നമുക്ക് തേർഡ് വണ്ണ് നോക്കാനുള്ളത് ഏതാണ്? തേർഡ് വണ്ണ് നമുക്ക് നോക്കാനുള്ളത് കറക്ഷൻ ഫോർ പുള്ളാണ്. കറക്ഷൻ ഫോർ പുള്ള് എങ്ങനെയാണ് കാണുക? കറക്ഷൻ ഫോർ പുള്ള് കാണുന്നത് എന്താണ്? നമ്മൾ ഈ ഒരു ടെമ്പറേച്ചറിൻ്റെ ഇക്വേഷനായിട്ട് ചെറിയൊരു സാമ്യമുണ്ട് അല്ലേ. Tm എന്നാണ് നമ്മൾ ടെമ്പറേച്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ പുള്ള് കാണുന്ന സമയത്ത് ഏതാണ് കൊടുക്കേണ്ടത്? Pm ആണ് അല്ലേ. Pm - P0 × L/A ആണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് L എന്താണ്? L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ലൈൻ അല്ലേ. എല്ലാത്തിലും L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ലൈൻ മെഷേർഡ് തന്നെയാണ്. L ലെങ്ത് ഓഫ് ലൈൻ മെഷേർഡ്. പിന്നെ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏരിയ അല്ലേ. ഏരിയ ഓഫ് ടാപ്പ് ആണ് വരുന്നത്. ഏരിയ ഓഫ് ടാപ്പ് ആണ് വരുന്നത്. പിന്നെ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി വിത്ത് വിച്ച് ടാപ്പ് ഈസ് മെയ്ഡ് അല്ലേ. അപ്പം E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് elasticity which the tap is made അല്ലേ.
മെയ്ഡ് എന്നാണ് പറയുന്നത്. പിന്നെ പി എമ്മും PC0 അല്ലേ, പി എം എന്താണ് PC0 എന്താണെന്നുള്ളത് നോക്കണം. പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡ്യൂറിങ് മെഷർമെൻ്റ് ആണ്. പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡ്യൂറിങ് മെഷർമെൻ്റ് ആണ്. അപ്പം PC0 എന്തായിരിക്കും? PC0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡ്യൂറിങ് നോർമൽ ഓർ സ്റ്റാൻഡേർഡൈസേഷൻ അല്ലേ. അപ്പം ഫുൾ ഡ്യൂറിങ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് കറക്ഷൻ ഫോർ സാഗ്. ഏതാണ് നമുക്ക് നോക്കാനുള്ളത്? കറക്ഷൻ ഫോർ സാഗ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഫോർ സാഗ് ആണെങ്കിൽ എങ്ങനെയാണ് കാണുക? കറക്ഷൻ ഫോർ സാഗ് കാണുന്നത് W²L/24 PM², അല്ലേ. ഇതിൽ ഓൾവേസ് കറക്ഷൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, കാരണം നമ്മൾ എറർ പറയുന്ന സമയത്ത് ഓൾവേസ് പോസിറ്റീവ് ആണ് സാഗിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഓൾവേസ് പോസിറ്റീവ് ആവുന്ന കേസ് ഏതൊക്കെയാണ്? ബാഡ് റേഞ്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ സ്ലോപ്പ് ഉണ്ട്, സ്ലാഗ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒക്കെ കറക്ഷൻ വരുന്നത് നെഗറ്റീവ് ആയിരിക്കും, എറർ വരുന്നത് പോസിറ്റീവ് ആയിരിക്കും, ഓർത്ത് വെക്കുക. അപ്പം കറക്ഷൻ ഫോർ സാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W²L/24 PM² ആണ് വരുന്നത്. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ടാപ്പ് ആണ് കേട്ടോ. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ടാപ്പ് ആണ്. പിന്നെ വേറെ എന്താണ് നോക്കാനുള്ളത്? L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ലൈൻ മെഷർഡ് തന്നെ, അതെല്ലാത്തിലും സെയിം കേസ് ആണെന്ന് പറഞ്ഞു. PM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡ്യൂറിങ് മെഷർമെൻ്റ് ആണ്. പിന്നെ വേറെ ഏതാണ് നോക്കാനുള്ളത്? W അല്ലേ. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ w ആണ് പറയുന്നത്. സ്മോൾ w എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് ടാപ്പ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എടുക്കുന്നത് ക്യാപിറ്റൽ W ആണ്. സ്മോൾ w നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഏതായിരുന്നു? സ്മോൾ w നമ്മൾ എടുക്കുന്നത് W²L³/24 PM² ആണ് അല്ലേ. അപ്പം രണ്ട് ഇക്വേഷനും ഓർത്ത് വെക്കുക. അപ്പം ഇത്രയാണ് നമുക്ക് കറക്ഷൻസ് നോക്കാനുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ചെയിൻ സർവേയിങ്ങിൽ തന്നെ ടാപ്പിനെ കുറിച്ചുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ടാപ്പിനെ കുറിച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. ടാപ്പ് സർവേനെ നമ്മൾ ബേസ്ഡ് ഓൺ മെറ്റീരിയലിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. അതിൽ ഫസ്റ്റ് വൺ ഏതാണ്? ബേസ്ഡ് ഓൺ മെറ്റീരിയൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് ലിനൻ ഓർ ക്ലോത്ത് ടാപ്പാണ്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് ലിനൻ ഓർ ക്ലോത്ത് ടാപ്പ് അല്ലേ. ക്ലോത്ത് ടാപ്പ് ആണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് വരുന്നത് എത്രയാണ്? ലെങ്ത് വരുന്നത് എത്രയാണെന്ന് നോക്കാം. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 10 to 30 മീറ്റർ ആണ്. അതുപോലെ തന്നെ വിഡ്ത്ത് വരുന്നത് 12 mm to 15 mm ആണ്, ഓർക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാനുള്ളതാണ് മെറ്റാലിക് ടാപ്പ് അല്ലേ. നെക്സ്റ്റ് വൺ നോക്കാനുള്ളതാണ് മെറ്റാലിക് ടാപ്പ്. മെറ്റാലിക് ടാപ്പ് എന്തിൻ്റെയൊക്കെയാണ് മിക്സ് വരുന്നത്? മെറ്റാലിക് ടാപ്പ് വരുന്നത് വൂവൺ വിത്ത് കോപ്പർ ഓർ ബ്രാസ് വയേഴ്സ് ആണ് അല്ലേ. വൂവൺ വിത്ത് കോപ്പർ ഓർ ബ്രാസ് വയേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് കോമൺലി യൂസ് ചെയ്യുന്നത് മെഷറിംഗ് ഓഫ്സെറ്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് തേർഡ് വൺ നോക്കാനുള്ളത് ഏതാണ്? തേർഡ് വൺ നമുക്ക് നോക്കാനുള്ളത് സ്റ്റീൽ ടാപ്പ് അല്ലേ. സ്റ്റീൽ ടാപ്പാണ്. സ്റ്റീൽ ടാപ്പ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ലോങ് ഓഫ്സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സ്റ്റീൽ ടാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോങ് ഓഫ്സെറ്റ് എടുക്കാനാണ്, ഓർത്ത് വെക്കുക.
നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ്. ലാസ്റ്റ് വൺ ആൻഡ് ഇമ്പോർട്ടൻറ്റ് വൺ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവില്ലേ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഫോർത്ത് വണ്ണ് വരുന്നത് ഇൻവയർ ടാപ്പാണ്. ഇൻവയർ ടാപ്പാണ്. ഇൻവയർ ടാപ്പിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിച്ചു വരാറുള്ളത് അത് എന്തിൻ്റെയൊക്കെ മിക്സ് ആണെന്നാണ് അല്ലേ. അത് സ്റ്റീലും അതുപോലെ തന്നെ ഏതാണ്, നിക്കലും തമ്മിലുള്ള മിക്സ് ആണ് വരുന്നത്. ഇതിൽ സ്റ്റീലിൻ്റെ കണ്ടൻറ്റ് എത്രയാണ്, നിക്കലിൻ്റെ കണ്ടൻറ്റ് എത്രയാണെന്ന് എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. അപ്പം സ്റ്റീലിൻ്റെ കണ്ടൻറ്റ് വരുന്നത് 64%, നിക്കലിൻ്റെ കണ്ടൻറ്റ് വരുന്നത് 36%. പ്രിസൈസ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റും കൂടെയാണ് അല്ലേ ഈ ഒരു ഇൻവയർ ടാപ്പ് എന്ന് പറയുന്നത്. അപ്പം പ്രിസൈസ് മെഷർമെൻറ്റ് എന്നുള്ളതും കൂടെ ഇവിടെ ഓർത്ത് വെക്കുക. പ്രിസൈസ് മെഷർമെൻറ്റ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ചെയിൻ സർവേനെ കുറിച്ച് ഇത്രയുമാണ് നമ്മൾ റിവിഷൻ സെക്ഷനിൽ പറയുന്നത്. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചെയിനിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കുലേഷൻ എന്നാണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ചെയിനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഞ്ചിനീയർ ചെയിൻ, ഗണ്ടേഴ്സ് ചെയിൻ, റവന്യൂ ചെയിൻ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എഞ്ചിനീയർ ചെയിൻ്റെ ലെങ്ത്ത് 100 feet ആണ്, ഗണ്ടേഴ്സ് ചെയിൻ്റെ ലെങ്ത്ത് 66 feet ആണ്, റവന്യൂ ചെയിൻ്റെ ലെങ്ത്ത് 33 feet ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മെട്രിക് ചെയിനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെട്രിക് ചെയിനിൽ ഡീഫോൾട്ട് ചെയിനായിട്ട് നമ്മൾ എടുക്കുക 30 meter ആണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മൾ കോമ്പോണൻസ് ഓഫ് ചെയിൻ സർവേ അല്ലേ, അതിൽ ചെയിന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയറോ പെഗ്, എത്ര എയറോ ആണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് ഓർത്ത് വെക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ്സെറ്റ് റോഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രോസ് സ്റ്റാഫ് അല്ലേ, ഓരോ ക്രോസ് സ്റ്റാഫും ഇതിനൊക്കെയാണ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ റേഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എത്ര ടൈപ്പ് റേഞ്ചിങ് ഉണ്ട് അല്ലേ, ഡയറക്റ്റ് റേഞ്ചിങ്ങും ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങും ഉണ്ട്. ഡയറക്റ്റ് റേഞ്ചിങ്ങിൽ നമ്മൾ എത്ര നമ്പർ ഓഫ് റേഞ്ചിങ് റോഡാണ് യൂസ് ചെയ്യുന്നത്? 3 number ഓഫ് റേഞ്ചിങ് റോഡാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് റേഞ്ചിങ് ആണെങ്കിൽ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 4 number ഓഫ് റേഞ്ചിങ് റോഡാണ്, നോക്കി വെക്കുക. പിന്നെ ഒപ്റ്റിക്കൽ സ്ക്വയർ നമ്മൾ പറഞ്ഞു, ഹാഫ് സിൽവേർഡ് മിററും അതുപോലെ തന്നെ ഫുള്ളി സിൽവേർഡ് മിററും ഏതാണെന്ന് നോക്കി വെക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു, നമുക്ക് ടൈപ്പ് ഓഫ് ഒബ്സ്ട്രക്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഹില്ല് വരുന്ന സമയത്ത് ഏതൊക്കെയാണ് ഒബ്സ്ട്രക്ഷൻസ്, റിവർ വരുന്ന സമയത്ത് ഏതാണ്, ടോൾ ബിൽഡിംഗ് അല്ലെങ്കിൽ ഫോറസ്റ്റ് വരുന്ന സമയത്ത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുക. പിന്നെ നമ്മൾ ട്രയാങ്കുലേഷൻ്റെ പറഞ്ഞു, ട്രയാങ്കുലേഷൻ്റെ സമയത്ത് നമ്പർ ഓഫ് ആംഗിൾസ് അതും കൂടെ നോക്കി വെക്കുക. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രയാങ്കുലേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് വെൽ കണ്ടീഷൻഡ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം ആ ഒരു ട്രയാങ്കിളിൻ്റെത് ആംഗിൾ വരുന്നത് വരേണ്ടത് നോട്ട് ലെസ് ദാൻ 30 degree, നോട്ട് ഗ്രേറ്റർ ദാൻ 120 degree ആണ്. അപ്പം വെൽ കണ്ടീഷൻഡ് അല്ലെങ്കിൽ ബെസ്റ്റ് കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആണല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ നമ്മൾ മെയിൻ സ്റ്റേഷൻ എന്താണ്, അതുപോലെ തന്നെ പ്രൂഫ് ലൈൻ എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വണ്ണിലേക്ക് നമ്മൾ കുറച്ച് എറേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ നോക്കി വെക്കുക, ഇക്വേഷൻസ് ഒക്കെ നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ടാപ്പിൻ്റെത് പറഞ്ഞു അല്ലേ, ടാപ്പ് പറഞ്ഞ സമയത്ത് ഏറ്റവും പ്രിസൈസ് ആയിട്ട് മെഷർമെൻറ്റ് എടുക്കേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാപ്പാണ് ഏതാണെന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എത്രത്തോളം മിക്സ് വരുന്നുണ്ട്, പിന്നെ നമ്മൾ ഓഫ്സെറ്റ് മെഷർമെൻറ്റ് എടുക്കേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാപ്പ് ഏതാണെന്നുള്ളതൊക്കെ നോക്കി വെക്കുക, ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഏരിയാസ് മാത്രം പിക്ക് ചെയ്തിട്ടാണ് ചെയിൻ സർവേയിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് നമുക്ക് കംപ്ലീറ്റ് പോർഷൻ നമുക്ക് ഈ ഒരു ചെയിനിൽ തന്നെയാണെങ്കിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പ്ലെയിൻ ടേബിൾ സർവേ ആണ് അല്ലേ. നമ്മുടെ സിലബസിൽ തേർഡ് വൺ ആയിട്ടില്ലേ. ഫസ്റ്റ് നമ്മൾ ബേസിക്സ് ഓഫ് സർവേനെ കുറിച്ച് പറഞ്ഞു, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയിൻ സർവേ പറഞ്ഞു. പിന്നെ നമുക്ക് പറയാനുള്ളത് ഏതാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേയിങ് അല്ലെങ്കിൽ പ്ലെയിൻ ടേബിൾ സർവേയിങ് ഉള്ള പോർഷൻ നമുക്ക് എടുത്തെഴുതാം. പ്ലെയിൻ ടേബിൾ സർവേ അല്ലേ. ഇതാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എടുക്കാൻ പോകുന്നത്. പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ നിങ്ങൾക്ക് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സിലബസിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേയും അതുപോലെ തന്നെ ഫംഗ്ഷൻ ഓഫ് ആക്സസറീസ് ഓഫ് പ്ലെയിൻ ടേബിൾ ലിസ്റ്റ്, അതുപോലെ തന്നെ ലിസ്റ്റ് ദ ഓപ്പറേഷൻ ടു സെറ്റ് അപ്പ് ദ ഓറിയൻറ്റേഷൻ ഇൻ ദ പ്ലെയിൻ ടേബിൾ സർവേയിങ്, അതുപോലെ ദ മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേയിങ് അല്ലേ. ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം അല്ലേ. പ്ലെയിൻ ടേബിൾ സർവേയിങ് ആണ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എടുക്കാനുള്ളത്. പ്ലെയിൻ ടേബിൾ സർവേയിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. പ്ലെയിൻ ടേബിൾ സർവേൻ്റെ പ്രിൻസിപ്പിൾ ഏതാണ് നമ്മൾ പറയുക? പ്ലെയിൻ ടേബിൾ സർവേ അല്ലേ. പ്ലെയിൻ ടേബിൾ സർവേൻ്റെ പ്രിൻസിപ്പിൾ ഏതാണ് പറയുന്നത്? പ്രിൻസിപ്പിൾ പാരലലിസം ആണ് അല്ലേ. പ്ലെയിൻ ടേബിൾ സർവേൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത് പാരലലിസം ആണ്. അപ്പം അത് തന്നെ ഫസ്റ്റ് പറയാം. പ്രിൻസിപ്പിൾ പറയുന്നത് പാരലലിസം ആണ്. നോക്കി വെക്കുക. ഇപ്പോൾ പ്ലെയിൻ ടേബിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ടേബിൾ ഉണ്ടാവും, എന്നിട്ട് ട്രിപ്പോഡൊക്കെ വെച്ചിട്ട് നമ്മൾ സൈറ്റിൽ പോയിട്ട് അതിൽ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഓരോ റേസ് വരച്ചിട്ട് പ്ലോട്ട് ചെയ്യുന്നത് അല്ലേ. അതാണ് പ്ലെയിൻ ടേബിൾ സർവേ എന്ന് പറയുന്നത്. അപ്പം പ്ലെയിൻ ടേബിൾ സർവേ നമ്മൾ അവിടെ അതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ടേക്കിംഗ് ദ മെഷർമെൻറ്റ്സും അതുപോലെ തന്നെ പ്ലോട്ടിംഗ് ദ മാപ്പും സൈമിൾട്ടേനിയസ്ലി ചെയ്യുന്നതാണ് അല്ലേ. നമ്മൾ ഈ ഒരു പ്ലെയിൻ ടേബിൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അത് ഫീൽഡിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. എന്താണ് നോക്കേണ്ടത്? ടേക്കിംഗ് ദ മെഷർമെൻറ്റ്സ് ആൻഡ് പ്ലോട്ടിംഗ് അല്ലേ. മെഷർമെൻറ്റ്സ് എടുക്കുന്നതും പ്ലോട്ടിങ് ചെയ്യുന്നതും ഒരേ നമ്മൾ ഫീൽഡിൽ വെച്ച് തന്നെയാണ്. ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഓർക്കുക. അതുപോലെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പ്ലെയിൻ ടേബിൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പാരലലിസം അല്ലേ. ഇത് അച്ചീവ് ചെയ്യുന്നത് 2 മെത്തേഡ് വഴിയാണ്. അതേതാണ്? ഫസ്റ്റ് വൺ ആണ് ഓറിയൻറ്റേഷൻ. സെക്കൻഡ് വൺ ആണ് ബാക്ക് സൈറ്റിങ് അല്ലേ. ബാക്ക് സൈറ്റിങ്ങും ഓറിയൻറ്റേഷനുമാണ് നമ്മൾ ഈ ഒരു പാരലലിസം അച്ചീവ് ചെയ്യേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറിയൻറ്റേഷൻ യൂസിങ് ട്രഫ് കോമ്പസ് ആണ് അല്ലേ. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടേബിൾ ആണെങ്കിൽ അതിൽ പേജ് വെച്ചിട്ട് അതിൽ നോർത്ത് മാർക്ക് ചെയ്യുന്നത് അല്ലേ. യൂസിങ് ട്രഫ് കോമ്പസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഓറിയൻറ്റേഷൻ ചെയ്യുന്നത്. ഓറിയൻറ്റേഷൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ട്രഫ് കോമ്പസ് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഓറിയൻറ്റേഷൻ ട്രഫ് കോമ്പസ് വെച്ച് ചെയ്യുന്ന സമയത്ത് ലെസ് ആക്യുറസി ആയിരിക്കും. ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയുകയാണെങ്കിൽ എന്താണ് പാരലലിസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പ്ലെയിൻ ടേബിളിൽ ചെയ്യുന്ന കാര്യം തന്നെ അല്ലേ. പ്ലെയിൻ ടേബിൾ നമ്മൾ എന്താണ് ചെയ്യുക? ഇതിപ്പം ഗ്രൗണ്ടിലുള്ളൊരു പോയിന്റ് അല്ലേ. ഗ്രൗണ്ടിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ ഒരു ലൈനിന് പാരലലായിട്ട് തന്നെ നമ്മൾ പ്ലെയിൻ ടേബിൾ ഇതാണ് അല്ലേ. പ്ലെയിൻ ടേബിൾ ഇതാണെങ്കിൽ ഈ റെഡ് കൊണ്ട് ഞാൻ വരച്ചിട്ടുള്ളത് പ്ലെയിൻ ടേബിൾ ആണെങ്കിൽ അതിലേക്ക് ആ ഒരു പാരലൽ ലൈനിനെ കൊണ്ടുവരുന്നതിന് അല്ലേ. അതിനാണല്ലേ നമ്മൾ പാരലലിസം എന്ന് പറയുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓറിയൻറ്റേഷനും ബാക്ക് സൈറ്റിങ്ങും എന്നുള്ളത്. അപ്പം ഈ 2 പോയിന്റാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഓറിയൻറ്റേഷനും ബാക്ക് സൈറ്റിങ്ങും. ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഓറിയൻറ്റേഷൻ ബൈ ട്രഫ് കോമ്പസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ലെസ് ആക്യുറേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സ്പീഡ് കൂടുതലും ആയിരിക്കും അല്ലേ. നമ്മൾ ഓറിയൻറ്റേഷൻ ബൈ ട്രഫ് കോമ്പസ് വഴി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ സ്പീഡിൽ ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്ക് സൈഡിനെ വെച്ച് നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ബാക്ക് സൈറ്റിങ് മോർ ആക്യുറേറ്റ് ആണ്. പക്ഷെ അതൊരു സ്ലോ പ്രോസസ് ആണല്ലേ വരുന്നത്. ഓർത്ത് വെക്കുക. ഇത് രണ്ടുമാണ് നമുക്ക് അവിടെ നോക്കാനുള്ളത്. പിന്നെ നമുക്ക് കോമ്പോണൻസ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേ അല്ലേ. പ്ലെയിൻ ടേബിൾ സർവേയിൽ എന്തൊക്കെ കോമ്പോണൻസ് ആണ് ഉള്ളതെന്ന് നോക്കണം അല്ലേ. നമ്മൾ ചെയിനിൽ പഠിച്ച പോലെ തന്നെ പ്ലെയിൻ ടേബിൾ സർവേയിൽ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ട കോമ്പോണൻ്റ് എന്ന് പറയുന്നത് പ്ലെയിൻ ടേബിൾ തന്നെയാണ് അല്ലേ. പ്ലെയിൻ ടേബിൾ തന്നെയാണുള്ളത്. പ്ലെയിൻ ടേബിൾ എന്നുള്ളത് നോക്കുക. പ്ലെയിൻ ടേബിൾ അല്ലേ. പ്ലെയിൻ ടേബിളിൻ്റെ സൈസ് എത്രയാണ് വരുന്നത്? സൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. 750/600 mm എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ് വരുന്നത് 20 mm ആണ്. ഈ ഒരു പ്ലെയിൻ ടേബിൾ തന്നെ 3 ടൈപ്പിൽ വേറെയും വരുന്നുണ്ട് അല്ലേ. 3 ടൈപ്പിൽ ഈ ഒരു പ്ലെയിൻ ടേബിളിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ സിമ്പിൾ പ്ലെയിൻ ടേബിൾ. സെക്കൻഡ് വൺ ജോൺസൺ പ്ലെയിൻ ടേബിൾ. തേർഡ് വൺ ഏതാണ് വരുന്നത്? തേർഡ് വൺ ആണ് കോസ്റ്റ് പ്ലെയിൻ ടേബിൾ അല്ലേ.
പ്ലെയിൻ ടേബിൾ. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോസ്റ്റ് പ്ലെയിൻ ടേബിൾ സർവേ ആണ്. നെക്സ്റ്റ് നമുക്ക് പ്ലെയിൻ ടേബിളിൽ പാർട്ടായിട്ട് വരുന്നത് ഏതാണ്? നമ്മൾ പ്ലെയിൻ ടേബിളിൽ യൂസ് ചെയ്യുന്ന സെക്കൻഡ് വൺ ആണ് അല്ലേ, അലിഡേഡ് എന്ന് പറയുന്നത്. അലിഡേഡ് അല്ലേ, അലിഡേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്? സൈറ്റ് ചെയ്യേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം അലിഡേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോപ്പർ ബൈസെക്ഷൻ ഓഫ് ഒബ്ജക്റ്റും അതുപോലെ തന്നെ നമ്മൾ ലൈന് വരയ്ക്കേണ്ടിയിട്ട് അല്ലേ. നമ്മളിപ്പോൾ പ്ലെയിൻ ടേബിൾ വെച്ചിട്ട് ഇതിപ്പം അലിഡേഡ് ആണെങ്കിൽ ഈ ഒരു അലിഡേഡിലൂടെ നമ്മൾ നോക്കിയിട്ടാണ് അല്ലേ ഇതിലിങ്ങനെ ലൈൻസ് ഒക്കെ വരയ്ക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടും നമ്മൾ അലിഡേഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആ പിക്ചർ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൈറ്റിൽ നിങ്ങൾ ഓൾറെഡി നമ്മളെ ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒന്നുകൂടെ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം അലിഡേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ബൈസെക്ഷൻ ഓഫ് ഒബ്ജക്റ്റും അതുപോലെ തന്നെ നമ്മൾ ഡ്രോയിങ് ദ ലൈൻസ് ഓൺ പേപ്പർ അല്ലേ, ഡ്രോയിങ് ലൈൻസ് ഓൺ പേപ്പർ ആണ്. അതുപോലെ ഈ ഒരു അലിഡേഡും രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലേ, പ്ലെയിൻ അലിഡേഡും ഉണ്ട്, ടെലിസ്കോപ്പിക് അലിഡേഡും ഉണ്ട്. അപ്പം അത് നോക്കി വെക്കുക. പ്ലെയിൻ അലിഡേഡും ടെലിസ്കോപ്പിക് അലിഡേഡും രണ്ട് ടൈപ്പ് ഉണ്ട് അലിഡേഡിൽ തന്നെ. അതുപോലെ തന്നെ ഈ ഒരു അലിഡേഡിൻ്റെ എഡ്ജ് അല്ലേ, നമ്മൾ ഇതിൽ പ്ലെയിൻ അലിഡേഡിലാണെങ്കിൽ ഇതിന് നമ്മൾ പറയുന്നത് ഫിഡ്യൂഷ്യൽ എഡ്ജ് എന്നാണ്. മറിച്ച് നമ്മൾ ഈ ഒരു ടെലിസ്കോപ്പിക് അലിഡേഡിൽ വരുന്ന സമയത്തോ അലിഡേഡിലേക്ക് വരുന്ന സമയത്ത് ഇതിനെ നമ്മൾ പറയുന്നതാണ് എന്താണ് പറയുന്നത്? ഇതിന് നമ്മൾ പറയുന്നതാണ് ബിവൽഡ് എഡ്ജ് അല്ലേ, ബിവൽഡ് എഡ്ജ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ പ്ലെയിൻ ടേബിളിൽ യൂസ് ചെയ്യുന്നതാണ് പ്ലംബിംഗ് ഫോർക്ക് അല്ലേ, പ്ലംബിംഗ് ഫോർക്ക് എന്നുള്ളതാണ് തേർഡ് വണ്ണ് വരുന്നത്. പ്ലംബിംഗ് ഫോർക്ക് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്ലംബിംഗ് ഫോർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് സെൻറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലേ, സെൻറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രഫ് കോമ്പസ് അല്ലേ, നമ്മൾ ട്രഫ് കോമ്പസ് എന്നുള്ളത് ഓറിയന്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് നമുക്കിവിടെ നോക്കാനുള്ളതും. ട്രഫ് കോമ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓറിയന്റേഷന് വേണ്ടിയിട്ടാണ്. അപ്പം അത് ഓർത്ത് വെക്കുക. പിന്നെ സ്പിരിറ്റ് ലെവൽ അല്ലേ, സ്പിരിറ്റ് ലെവൽ എന്തിനാണ്? ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അല്ലേ. സ്പിരിറ്റ് ലെവൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സ്പിരിറ്റ് ലെവൽ നമ്മൾ ലെവൽ ചെയ്യേണ്ടിയിട്ട് അല്ലേ, ലെവലിംഗ് പ്ലെയിൻ ടേബിൾ ആണ് യൂസ്ഡ് ഫോർ ലെവലിംഗ് പ്ലെയിൻ ടേബിൾ എന്നുള്ളത് ഓർത്ത് വെക്കുക. ആ ഒരു പേരുമായിട്ട് തന്നെ ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ലെവലിംഗ് ഓഫ് പ്ലെയിൻ ടേബിൾ ആണ് സ്പിരിറ്റ് ലെവൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് കോമ്പോണൻസ് ഓഫ് പ്ലെയിൻ ടേബിൾസിൻ്റെത് നോക്കാനുള്ളത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേ അല്ലേ. അപ്പം അതുവരെയാണ് നമുക്ക് നമ്മുടെ സിലബസിലും പറഞ്ഞിട്ടുള്ളത് അല്ലേ. മെത്തേഡ്സ് ഓഫ് പ്ലെയിൻ ടേബിൾ ആണ്. എത്ര മെത്തേഡ്സ് ആണ് നമുക്ക് പ്ലെയിൻ ടേബിളിലുള്ളത്? നിങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ നോക്കുക കേട്ടോ. എത്ര മെത്തേഡ്സ് ആണുള്ളത്? ഫസ്റ്റ് വണ്ണാണ് റേഡിയേഷൻ അല്ലേ, റേഡിയേഷൻ. സെക്കൻഡ് വണ്ണാണ് 4 മെത്തേഡ് ആണല്ലേ പ്ലെയിൻ ടേബിളിലുള്ളത്. സെക്കൻഡ് വണ്ണാണ് ഇന്റർസെക്ഷൻ. തേർഡ് വണ്ണാണ് റിസെക്ഷൻ. ഫോർത്ത് വണ്ണാണ് ട്രാവേഴ്സ് അല്ലേ, ട്രാവേഴ്സ് ആണ് വരുന്നത്. അപ്പം 4 നമ്പേഴ്സ് ആണ് മെത്തേഡ്സ് പ്ലെയിൻ ടേബിളിൽ വരുന്നത്. അപ്പം ഇതിൽ ഓരോ മെത്തേഡിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം. അപ്പം ഈ 4 മെത്തേഡിൽ മോർ ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയേഷൻ മെത്തേഡാണ് വരിക. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് വൺ അല്ലേ ഇന്റർസെക്ഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഇന്റർസെക്ഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനാക്സസിബിൾ ഒബ്ജക്റ്റിനെ പ്ലോട്ട് ചെയ്യേണ്ടിയിട്ടാണ് അല്ലേ. ഇനാക്സസിബിൾ ഒബ്ജക്റ്റിനെ പ്ലോട്ട് ചെയ്യേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇനാക്സസിബിൾ പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർസെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇന്റർസെക്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇനാക്സസിബിൾ പോയിന്റ്
ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഈ ഒരു ടേം തന്നെയാണ് ഈ ഒരു ഇന്റർസെക്ഷനായിട്ട് എക്സാമിന് ചോദിച്ചു വന്നിട്ടുള്ളത്. പിന്നെ തേർഡ് വൺ അല്ലേ, തേർഡ് വൺ ഏതാണ്? തേർഡ് വണ്ണ് നമ്മൾ പറഞ്ഞു അല്ലേ, തേർഡ് വൺ ഏതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റിസെക്ഷൻ അല്ലേ, റേഡിയേഷൻ, ഇന്റർസെക്ഷൻ, റിസെക്ഷൻ ആണ് വരുന്നത്. റിസെക്ഷനും ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. റിസെക്ഷനിൽ തന്നെ 3 മെത്തേഡ് വരുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ് റിസെക്ഷനിലുള്ള 3 മെത്തേഡ് എന്ന് പറയുന്നത്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. 3 മെത്തേഡ് വരുന്നത്, ഫസ്റ്റ് വൺ ബാക്ക്റേ മെത്തേഡ്, സെക്കൻഡ് വൺ 2 point പ്രോബ്ലം, തേർഡ് വൺ ഏതാണ്? തേർഡ് വൺ വരുന്നത് 3 point പ്രോബ്ലം അല്ലേ, 3 point പ്രോബ്ലം. അപ്പം ഇതെന്താണ് റിസെക്ഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേറ്റിംഗ് സ്റ്റേഷൻ പോയിന്റ് ആണ് അല്ലേ. സ്റ്റേഷൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ റിസെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു റിസെക്ഷൻ മെത്തേഡിൽ തന്നെ നമ്മൾ 3 കാര്യം പറഞ്ഞു അല്ലേ, ബാക്ക്റേ മെത്തേഡും അതുപോലെ തന്നെ 3 പോയിന്റും 2 പോയിന്റും. അപ്പം അതിൽ ഫസ്റ്റ് വൺ നമ്മൾ 3 പോയിന്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേഷൻ പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ 3 പോയിന്റ്സിനെ വെച്ചിട്ടാണെങ്കിൽ അതിനെയാണ് നമ്മൾ 3 point പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നോൺ ആയിട്ടുള്ള 3 പോയിന്റിനെ വെച്ചിട്ട് നമ്മൾ അൺനോൺ പോയിന്റിനെ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ 3 point പ്രോബ്ലം എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ നോൺ 3 points അല്ലേ. അപ്പം ഈ ഒരു 3 point പ്രോബ്ലത്തിനെ തന്നെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അവ ഏതൊക്കെയായിരുന്നു? 3 point പ്രോബ്ലത്തിന് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വൺ ആണ് മെക്കാനിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രേസിംഗ് പേപ്പർ മെത്തേഡ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. സെക്കൻഡ് വൺ ആണ് ഗ്രാഫിക്കൽ മെത്തേഡ് ഓർ ബെസൽ സൊല്യൂഷൻ അല്ലേ, ബെസൽസ് മെത്തേഡ് എന്നുള്ളതും ഓർത്ത് വെക്കുക. തേർഡ് വൺ ഏതാണ്? തേർഡ് വൺ ആണ് ട്രയൽ ആൻഡ് എറർ ഓർ ലെഹ്മാൻസ് റൂൾ, ലെഹ്മാൻസ് മെത്തേഡ് അല്ലേ. അപ്പം ഇതാണ് നമുക്ക് നോക്കേണ്ട 3 മെത്തേഡ് 3 പോയിന്റിൽ വരുന്ന സബ് ക്ലാസിഫിക്കേഷൻ. പിന്നെ നമ്മൾ 3 point പ്രോബ്ലം അല്ലാണ്ട് റിസെക്ഷനിൽ 2 point പറഞ്ഞു അല്ലേ. 2 point പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 point പ്രോബ്ലത്തിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നോൺ പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ 2 point പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടും ഇതാണ്. ഇത് എക്സാമിന് രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2 point വെച്ചിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3 point പ്രോബ്ലത്തിലുള്ള 3 മെത്തേഡ്സും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോക്കുക, 3 point പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 point വെച്ചിട്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. 2 point പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേറ്റിംഗ് അൺനോൺ പോയിന്റ് ബേസ്ഡ് ഓൺ 2 നോൺ പോയിന്റ്സ് അല്ലേ. അപ്പം അതാണ് ഇത് രണ്ടും നോക്കാനുള്ളത്. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയേണ്ടത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് വൺ നമുക്ക് ട്രാവേഴ്സിങ്ങും ആണ് നോക്കാനുള്ളത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ സിലബസിലുള്ള പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. അതായത് ചെയിന്, സർവേ, ബേസിക് സർവേ, അതുപോലെ തന്നെ ചെയിന്, അതുപോലെ പ്ലെയിൻ ടേബിളിൽ ഇത്രയും പോർഷൻസ് ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ ടേബിൾ സർവേയിൽ സിലബസിലുള്ള പോർഷൻസ് ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ വായിക്കാം. പ്ലെയിൻ ടേബിൾ സർവേയിൽ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേയിങ്, അത് നമ്മൾ പറഞ്ഞു, പാരലിസം, അതുപോലെ തന്നെ ദ ഫംഗ്ഷൻ ഓഫ് ആക്സസറീസ് ഓഫ് പ്ലെയിൻ ടേബിൾ, അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ടു സെറ്റ് അപ്പ് ദ ഓറിയന്റേഷൻ ഇൻ ദ പ്ലെയിൻ ടേബിൾ സർവേയിങ് അല്ലേ, അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്? ദ മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേയിങ് അല്ലേ. മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേയിങ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള 4 എണ്ണം. അപ്പം അതെല്ലാം നോക്കുക. എന്താണ് ഓരോന്നിൻ്റെയും പ്രിൻസിപ്പിൾ എന്ന് നോക്കണം കേട്ടോ. നമ്മളിപ്പം ചെയിന് പറയുകയാണെങ്കിൽ ചെയിനിലുള്ളത് നോക്കണം, അതുപോലെ തന്നെ പ്ലെയിൻ ടേബിൾ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ സർവേൻ്റെ പ്രിൻസിപ്പിൾ ഒക്കെ നിങ്ങളൊരു ഷോർട്ട് നോട്ടിലേക്ക് മാറ്റി എഴുതിയിട്ട് തന്നെ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സ്ഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പ്ലെയിൻ ടേബിളിൻ്റെ കാര്യങ്ങൾ ഒന്ന് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ പ്ലെയിൻ ടേബിളിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പാരലിസം ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്ലെയിൻ ടേബിൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്?
ഫസ്റ്റ് പ്ലെയിൻ ടേബിൾ പറഞ്ഞു, പിന്നെ അതിൽ 3 ടൈപ്പ് ഓഫ് പ്ലെയിൻ ടേബിളിനെ നമ്മൾ പറഞ്ഞു, പ്ലെയിൻ ടേബിളിൻ്റെ സൈസ് പറഞ്ഞു, പിന്നെ നെക്സ്റ്റ് നമ്മൾ അലിഡേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, പ്ലംബിംഗ് ഫോക്ക് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, സ്പിരിറ്റ് ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രഫ് കോമ്പസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓറിയന്റേഷൻ ട്രഫ് കോമ്പസ് എന്നുള്ളത് കണക്ട് ചെയ്ത് തന്നെ ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേ പറഞ്ഞ സമയത്ത് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റേഡിയേഷൻ, ഇന്റർസെക്ഷൻ, റിസെക്ഷൻ, ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് 4 മെത്തേഡാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ റേഡിയേഷൻ മെത്തേഡിൽ എന്താണ് നമ്മൾ ഈ 4 മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ മെത്തേഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞ സമയത്ത് ഇന്നാക്സസിബിൾ പോയിന്റ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റിസെക്ഷനിലേക്ക് വന്ന സമയത്ത് റിസെക്ഷനിലും പിന്നെ നമ്മൾ 3 പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്ക്റേ മെത്തേഡ്, 2 പോയിന്റ് മെത്തേഡ്, അതുപോലെ തന്നെ 3 പോയിന്റ് അല്ലേ. അപ്പം 2 പോയിന്റും 3 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നോൺ പോയിന്റ് വെച്ചിട്ട് നമ്മൾ സ്റ്റേഷനെ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് 3 പോയിന്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. 3 പോയിന്റ് പ്രോബ്ലത്തിൽ പിന്നെ നമ്മൾ 3 സബായിട്ട് പഠിച്ചു അല്ലേ. എന്താണ് മെക്കാനിക്കൽ ഓർ ട്രേസിംഗ് പേപ്പർ മെത്തേഡ് പറഞ്ഞു. പിന്നെ സെക്കൻഡ് വൺ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രാഫിക്കൽ ഓർ ബെസൽസ് മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേർഡ് വൺ ട്രയൽ ആൻഡ് എറർ ഓർ ലിവ്മൻസ് മെത്തേഡ്. ഇതിൻ്റെ ഒക്കെ നെയിം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് കറക്റ്റ് ഈ ഒരു 3 ക്ലാസിഫിക്കേഷനും അതിൻ്റെ ആൾട്ടർനേറ്റീവ് നെയിംസും നോക്കി വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 പോയിന്റ് അല്ലേ. 2 പോയിന്റിൽ പറഞ്ഞാൽ നമുക്ക് 2 നോൺ പോയിന്റിനെ വെച്ചിട്ട് സ്റ്റേഷൻ പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യുന്നതിന് അല്ലേ, അതിനെയാണ് നമ്മൾ 2 പോയിന്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് മെത്തേഡാണ് ട്രാവേഴ്സിംഗ് മെത്തേഡ്, അതും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്ലെയിൻ ടേബിളിൽ അറിയേണ്ടത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ റിവിഷൻ ക്ലാസ് വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സും നിങ്ങൾ റിവിഷൻ സീരീസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് കൂടുതൽ എഫക്റ്റീവ് ആവുക. ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം റിവിഷൻ ആണ്. അപ്പോൾ അത് ഓർക്കുക. നിങ്ങൾ ഓൾറെഡി നമ്മൾ റിവിഷൻ സീരീസ് ഫസ്റ്റ് ക്ലാസ് ഇട്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പഠിച്ചിട്ട് വന്നിട്ട് ഈ ഒരു ക്ലാസ് കാണുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നത് മാർക്ക് പോരട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ആ രീതിയിലും ഈ ഒരു സെക്ഷൻ ഉപകാരപ്പെടും. മറിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ ആയിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊന്ന് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് എക്സ്ട്രാ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ മാക്സിമം ഇതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സബ്ജക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കി വെക്കുക. ഇത് മാത്രം നിങ്ങൾ കേട്ടതിനെ കൊണ്ടായില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ പഠിച്ചതൊക്കെ നമ്മളെ മൈൻഡിലുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു പേപ്പറിലേക്ക് അല്ലെങ്കിൽ ആൻസറിലേക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും അല്ലേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാം വരെ ഇതേ ആ ഒരു എനർജിയോടെ തന്നെ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കുക. നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ടോ അത്രത്തോളം ഇരിക്കും നമ്മളെ റിസൾട്ടും കാര്യങ്ങളും. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.